ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കഥ പറഞ്ഞിട്ട് കുറച്ച് നാളായി ചെറിയൊരു ഗ്യാപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആ കഥയിലേക്കാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് 1857 തുടങ്ങിയ ഒന്നാം സ്വാതന്ത്ര്യ സമര ചരിത്രവും സമരവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ കഥ പറഞ്ഞു നിർത്തിയത് 1900 ആണ്ട് തുടങ്ങുന്നിടത്തായിരുന്നു. ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ പുതിയൊരു വൈസ്രോയെ ഇന്ത്യയിലേക്ക് നിയമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കേഴ്സൺ എന്നായിരുന്നു, ലോർഡ് കേഴ്സൺ. അപ്പോൾ കേഴ്സൺ വന്നു, ഇന്ത്യയിൽ ഭരണം തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇന്ത്യക്കാർ വളരെ യുണൈറ്റഡ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ സമരങ്ങൾ നടത്താനുള്ള തീവ്രത കൂട്ടിക്കൊണ്ടുവരികയാണ്. ഈ യൂണിറ്റിയാണ് നമ്മുടെ ശക്തിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ ഈ കേഴ്സണിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയും ഇവരെ ബ്രേക്ക് ചെയ്യുക, ഇവരുടെ യൂണിറ്റി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം തലപുകഞ്ഞാലോചിച്ചു, എന്താണ് ഇവരെ യൂണിറ്റി ബ്രേക്ക് ചെയ്യാനുള്ള വഴി എന്ന് അതിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ബംഗാൾ, കൽക്കട്ട ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് ഉള്ള വലിയ പ്രചോദനമായി ആ സ്ഥലം നിന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ നിന്നും വരുന്ന നേതാക്കന്മാരെല്ലാം തന്നെ നാഷണൽ ലീഡേഴ്സായി മാറുന്നു, വളരെ ശക്തമായി ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംസാരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ബംഗാൾ, കൽക്കട്ട എന്ന് പറയുന്ന പ്രദേശം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ഓൺ എ പേഴ്സണൽ ലെവൽ, ഓൺ എ ഹ്യൂമൻ റിസോഴ്സ് ലെവൽ വളരെ ഹൈ ആണെന്ന് ലോർഡ് കേഴ്സൺ മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കിയ അദ്ദേഹം ബംഗാളിൽ ഒട്ടാകെ ഒന്ന് നടന്ന് സഞ്ചരിക്കുന്നു. എന്താണ് ഇവിടുത്തെ സ്ഥിതി, എന്തൊക്കെയാണ് ഇതിൻ്റെ ഗ്രൗണ്ട് വർക്ക് എന്ന് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മെയിൻലി ബംഗാളിലെ ഈസ്റ്റേൺ സൈഡിൽ കൂടുതലും മുസ്ലിംസാണ്, വെസ്റ്റേൺ സൈഡിൽ കൂടുതലും ഹിന്ദുക്കളാണ്. അങ്ങനെ രണ്ട് വലിയ കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഒരു അകൽച്ചയോ അങ്ങനെ യാതൊന്നും തന്നെയില്ല. എല്ലാവരും ഒരുമിച്ച് ഒരുപോലെ നിൽക്കുന്നു, ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ കേഴ്സൺ കരുതി ബെസ്റ്റ് വഴി ഇവരാദ്യം രണ്ടാക്കുക എന്നുള്ളതാണ്. അദ്ദേഹം നേരെ പോയിട്ട് മുസ്ലിം നേതാക്കളായിട്ടുള്ള കുറച്ച് പേരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ ബംഗാൾ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് കൂടുതലുമുള്ളത് ഹിന്ദുക്കളാണ്, മുസ്ലിംസ് ന്യൂനപക്ഷമാണ്, നിങ്ങൾ വളരെ തീവ്രമായ മതവിശ്വാസികളാണ്, മതം നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടാത്തത് ഈ ഹിന്ദുക്കൾ കാരണമാണ്. ഈ ഹിന്ദുക്കൾ ഇവിടെ ഒരുപാടുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്തത്, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കാത്തത് എന്നൊക്കെയുള്ള കള്ളത്തരങ്ങൾ ഈ കേഴ്സൺ പ്രഭു മുസ്ലിം നേതാക്കളോട് പറഞ്ഞു. ചിലരൊക്കെ അത് വിശ്വസിച്ചു, എല്ലാവരും ഒന്നും വിശ്വസിച്ചില്ല. ചില നേതാക്കൾ പറഞ്ഞില്ലല്ല, അത് നിങ്ങൾ തെറ്റാണ് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു പ്രശ്നമില്ല, ഓരോ സമൂഹത്തിനും അവരുടേതായ റീസൺസ് ഉണ്ടായിരിക്കും, ആ റീസൺ അനുസരിച്ച് അവരുടെ ഗ്രോത്ത് ഒരു ട്രജക്ടറി അനുസരിച്ച് അവർ ഗ്രോ ചെയ്യും, അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ ഒരാൾ മറ്റൊരാൾ അവസരം നേടിയെടുക്കുന്നു അങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം നേതാക്കന്മാരും കേഴ്സൺ പറഞ്ഞതിനോട് ഒരു അനുകൂല സ്വഭാവമാണ് കാണിച്ചത്. ഇത് ഒരു കൈമുതലാക്കി വെച്ചിട്ട് ലോർഡ് കേഴ്സൺ നേരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ബംഗാൾ രണ്ടായിട്ട് വിഭജിക്കുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയെ കീറി മുറിക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ബംഗാൾ ഒട്ടാകെ ഒരു കലാപഭൂമിയായി മാറി. അത് കലാപഭൂമിയായി മാറിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിമുകളും കൂടെ അടികൂടുന്നു, അതിനൊരു കലാപം എന്നുള്ള രീതിയിലല്ല. എന്തിന് ബ്രിട്ടീഷ് ബംഗാൾ വിഭജിക്കണം, ഇത് നമ്മുടെ സംസ്ഥാനം, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയായിരുന്നു. ഇന്ത്യക്കാർ തമ്മിൽ അടികൂടുകയല്ലായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഇതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമൊന്നും നോക്കില്ല. അവർക്ക് ഇന്ത്യ കത്തിയാലെന്ത് ചീത്തായാലെന്തൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. അവർക്ക് മനസ്സിലായി ഇതൊരു വളരെ കീ പോയിൻ്റാണ്. ഇവിടെ നമ്മളൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കിയിട്ട് പല സംഘടനകളിലേക്കും സ്വാതന്ത്ര്യ സമരത്തിന് മൊത്തത്തിലുള്ള ഒരു പ്രോഗ്രസ്സിനെയും ബാധിക്കും എന്ന് അവർക്ക് മനസ്സിലായി. 1905 ജൂലൈ 20 കേഴ്സൺ ഈ വിജ്ഞാപനം ഇറക്കുന്നു. ബംഗാൾ വിഭജനത്തിൻ്റെ ജൂലൈ 28 അത് പ്രാബല്യത്തിൽ വരികയാണ്. അങ്ങനെ പ്രാബല്യത്തിൽ വന്ന് ബംഗാൾ വിഭജനം നടക്കുന്നു. ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നുള്ള നിലയ്ക്ക്
2 സംസ്ഥാനങ്ങളായി മാറുന്നു. ഈ ഈസ്റ്റ് ബംഗാളാണ് പിന്നീട് ബംഗ്ലാദേശായി മാറുന്നു. അങ്ങനെ 2 സംസ്ഥാനങ്ങളായി മാറുന്നു. പക്ഷേ ഈ 2 സംസ്ഥാനങ്ങളായി മാറി ഉത്തരവ് വന്നതിന് മുമ്പും അതിന് ശേഷവും എല്ലാം വലിയ തോതിലുള്ള പ്രക്ഷോഭം ഇന്ത്യ ഒട്ടാകെ നടക്കുന്നു. ഈ പ്രക്ഷോഭത്തിൽ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരേ രീതിയിൽ പങ്കെടുക്കുന്നു. പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീകളും അല്ലാതെ ഹിന്ദു സ്ത്രീകളും എല്ലാം തന്നെയും മുന്നോട്ട് വരികയും ഇത്തരം നയങ്ങൾ ഇവിടെ വേണ്ട, ഇന്ത്യ ഒന്നാണ്, ഞങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു കാര്യമല്ല, ബ്രിട്ടീഷുകാർ അവരുടെ ഐഡിയോളജിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കെ കോൺഗ്രസ് സംഘടന ഇതിനെതിരെ മുന്നോട്ട് വരുന്നു. ഈ തീരുമാനത്തിനെതിരെ മുന്നോട്ട് വരുന്നു. പ്രത്യേകിച്ചും അതിലെ തീവ്രമായ ഐഡിയോളജിയുള്ള വിഭാഗം ബാലഗംഗാധര തിലകനെ പോലുള്ളവർ മുന്നോട്ട് വരുന്നു. അവർ പറയുന്നു, നമ്മൾ ഇതിനെതിരെ ബ്രിട്ടീഷുകാരോട് പോരടിക്കണം, ഇവർക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, ഇവരിന്ന് ബംഗാളിൽ തുടങ്ങുന്നത് ഇന്ത്യ ഒട്ടാകെ ഒരു കീറി മുറിക്കാനായിട്ട് നിൽക്കും, ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്തുകൂടാ എന്ന് അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയാണ്, നമ്മളാണ് ഇവർക്കിതെല്ലാം ചെയ്യാനുള്ള ധനവും അതിനുള്ള എബിലിറ്റിയും എല്ലാം കൊടുക്കുന്നത്. കാര്യം ബ്രിട്ടീഷുകാരൻ കൊണ്ടുവരുന്ന മുട്ടുസൂചി മുതൽ സകലമാന സാധനങ്ങളും നമ്മൾ വാങ്ങും. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതായിരുന്നു ഇന്ത്യയുടെ കൈത്തറിക്കാർ. അങ്ങ് ഈജിപ്തിൽ പോലും മമ്മി ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യയുടെ കൈത്തറി ഉപയോഗിച്ചായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് നമ്മുടെ കൈത്തറി എവിടെയാണെന്ന് അതെല്ലാം നശിച്ചു പോയില്ലേ ഈ ബ്രിട്ടീഷുകാർക്കുള്ള ഈ ലോ കോസ്റ്റ് ഇമ്പോർട്ട് കാരണം എല്ലാം നശിച്ചു പോയില്ലേ എന്ന് ബാലഗംഗാധരൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണെന്ന് വരെ പലർക്കും ബോധ്യമായി. അങ്ങനെ വിദേശി വസ്ത്രങ്ങളും വിദേശി സാധനങ്ങളും ബഹിഷ്കരിക്കുക എന്ന ഒരു വലിയ ഐഡിയോളജി മുന്നോട്ട് വന്നു. ഇത് ബൽവന്ത് റായ് പാത്കയാണ് ആദ്യം കൊണ്ടുവന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൽവന്ത് റായ് പാത്കയെ പറ്റി പറഞ്ഞപ്പോൾ. അദ്ദേഹമാണ് ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ ഈ ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്തോടു കൂടി ഇത് വലിയൊരു ഐഡിയോളജിയായി സ്പ്രെഡ് ചെയ്യുകയും ഇന്ത്യ ഒട്ടാകെ, പ്രത്യേകിച്ചും ബോംബെ പോലുള്ള പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ആൾക്കാർ കാളവണ്ടിയിലും മറ്റുമൊക്കെ തങ്ങളുടെ വീട്ടിലുള്ള ഈ വിദേശ നിർമ്മിത വസ്തുക്കൾ ചാക്ക് കണക്കിന് കൊണ്ടുവന്ന് ബോംബെയിലെ ചതോർഷ്ഗി മൈതാനമുണ്ട്, അവിടെ എത്തുന്നു. വലിയ ജാഥയായി അവിടെ എത്തുന്നു. അങ്ങനെ എത്തി അവരവിടെ ഈ ഇത്തരം വസ്തുക്കളെല്ലാം തന്നെ കത്തിച്ച് അഗ്നിക്ക് ഇരയാക്കുന്നു. അങ്ങനെ ഒരു വലിയ സമരം ബ്രിട്ടീഷുകാർക്കെതിരെ അഴിച്ചുവിടാനായിട്ട് സാധിക്കുന്നു. ഇതിനും വീണ്ടും ബംഗാളിൽ നിന്നും വന്ന ആൾക്കാർ വളരെ ശക്തിയായി തന്നെ മുന്നോട്ട് നീക്കുന്നു. നമ്മുടെ അരബിന്ദോ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ആൾക്കാരെല്ലാം തന്നെ ഈ സമരത്തിന് വളരെ അനുകൂല നിലപാട് സ്വീകരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ വന്ദേമാതരം ആടിയാണല്ലോ നമ്മളെല്ലാവരും ഒരുമിക്കുന്നത്. ഈ വന്ദേമാതരത്തിനെതിരെയും വലിയ തോതിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ ശിക്ഷാ നടപടികൾ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ അവർ കൊടുത്തിരുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ വന്ന ഉടനെ ബോർഡിൽ എഴുതിയിടണം, വന്ദേമാതരം പാടുന്നത് തെറ്റാണ്, അത് വിഡ്ഢിത്തമാണ്, വന്ദേമാതരം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നല്ല. അങ്ങനെ വന്ദേമാതരത്തിനെതിരെ ഒരു വലിയൊരു സ്റ്റാൻസ്, ഒരു പാരഗ്രാഫ് എഴുതിയിടണം. കുട്ടികളെല്ലാം തന്നെയും ഇത് ഇമ്പോസിഷൻ പോലെ 10-100 തവണ പേപ്പറിൽ പകർത്തിയതിന് ശേഷം ഈ അധ്യാപകൻ ഈ പേപ്പറുകൾ കളക്ട് ചെയ്ത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കണം. അപ്പോൾ എന്തുമാത്രം ഫോഴ്സ്ഫുള്ളായിട്ട് അവരുടെ ഐഡിയോളജി അവർ നമ്മളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് ആലോചിക്കണം. അങ്ങനെ വലിയ തോതിലുള്ള രീതിയിൽ ആരെങ്കിലും വന്ദേമാതരം ഇപ്പോൾ ഒരു കുറച്ച് എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, സമൂഹത്തിൽ കുറച്ച് പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും വന്ദേമാതരത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പാടുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അവരെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസിൻ്റെ യൂണിഫോം ഇട്ട് ഏതെങ്കിലും കവലയിൽ കൊണ്ട് നിർത്തിയിട്ട് വന്ദേമാതരം പാടാൻ പാടില്ല, വന്ദേമാതരത്തിനെതിരെ അവരെ കൊണ്ട് തന്നെ സംസാരിപ്പിക്കുന്ന ഒരു രീതിയും ഈ ബ്രിട്ടീഷുകാർ ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യക്കാരുടെ ദേശഭക്തിയെ ഏതൊക്കെ തരത്തിൽ അടിച്ചമർത്താൻ സാധിക്കുമോ ആ തരത്തിലെല്ലാം ബ്രിട്ടീഷ് പട്ടാളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നിരുന്നാലും നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ വളരെ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചു. അങ്ങനെ പ്രതികരിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ടായിരുന്നു, അദ്ദേഹം കവിയായിരുന്നു, അദ്ദേഹമാണ് നമ്മുടെ ദേശീയ ഗാനം എഴുതിയിരിക്കുന്നത്.
അതുപോലെ തന്നെ ബംഗാളിൽ നിന്ന് വേറൊരു ഉജ്ജ്വലനായ ഫ്രീഡം ഫൈറ്ററായിരുന്നു അരബിന്ദോ ഘോഷ്. അരബിന്ദോ ഘോഷിൻ്റെ പിന്നെ ചരിത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ അരബിന്ദോ ഘോഷിൻ്റെ അച്ഛൻ ബ്രിട്ടീഷുകാരുടെ ഒരു കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് തൻ്റെ മക്കൾ വലിയ വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മക്കൾ രണ്ടുപേരെയും ഇന്ത്യയിലുള്ള വലിയ ഉയർന്ന സ്കൂളിലാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലണ്ടിൽ അയച്ച് അവിടുത്തെ ഉയർന്ന സ്കൂളിൽ പഠിപ്പിച്ചു. പഠിത്തം എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ കുതിര സവാരി അറിഞ്ഞൂടാ എന്നുള്ള പേരിൽ നല്ലൊരു ജോലി പോലും അരബിന്ദോ ഘോഷിന് അവർ കൊടുത്തില്ല. അത് ഇന്ത്യക്കാരെ രണ്ടാം തരക്കാരെ അല്ലെങ്കിൽ മൂന്നാം തരക്കാരെ കാണുന്ന സ്വഭാവത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു. കുതിര സവാരി അറിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അരബിന്ദോ ഘോഷിനെ പറഞ്ഞു വിട്ടു. അരബിന്ദോ ഘോഷ് തിരിച്ചു വന്ന് ബറോഡയിലെ ഒരു കോളേജിൽ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്നു. ആ പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്തിലാണ് അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് വളരെ ആക്റ്റീവായി വരുന്നത്. അപ്പോൾ ഒരു തീവ്ര നിലപാട് അല്ലെങ്കിൽ ഒരു വിപ്ലവ നിലപാടുള്ള ആളായിരുന്നു അരബിന്ദോ ഘോഷ്. 1905 ബംഗാളിൻ്റെ വിഭജനം നടക്കുന്ന സമയത്തോടുകൂടിയാണ് അദ്ദേഹം വളരെ ആക്റ്റീവായി വരുന്നത്. ഏതാണ്ട് 5 വർഷത്തോളം കാലം 1910 വരെ അദ്ദേഹം ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു മനം മാറ്റം ചേഞ്ച് കാരണം അദ്ദേഹം പറഞ്ഞു, ഇനി ഇത് എൻ്റെ മാർഗമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബാക്ക് ഓഫ് ചെയ്യുന്നു. പിന്നീട് അദ്ദേഹം കംപ്ലീറ്റ്ലി ഒരു സ്പിരിച്വൽ, ഒരു ആത്മീയ രീതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ പോണ്ടിച്ചേരി പോയി കഴിഞ്ഞാൽ നമ്മൾ അരബിന്ദോ ഓർവില്ലെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശ്രമവും അരബിന്ദോ ട്രസ്റ്റും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും സ്പിരിച്വൽ സൈഡിലാണ് പിന്നീട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ സ്വദേശി പ്രസ്ഥാനത്തിനോടുള്ള ഒരാൾക്കാരുടെ അഭിനിവേശം വളരെ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റായി. ബാലഗംഗാധര തിലക് ഒരു വിജയദശമി ദിവസം ബോംബെയിൽ റിലീജിയസ് പരമായിട്ടുള്ള എല്ലാ സെലിബ്രേഷൻസിനെയും മാറ്റി നിർത്തിയിട്ട് അതൊരു ദേശ ഭക്തിക്കുള്ള ഒരു പോരാട്ടമാക്കി മാറ്റി. അവിടെ ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരുമിച്ച് വന്നു. അവരെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ ഈ വിദേശ നിർമ്മിത സാധനങ്ങൾ അഗ്നിക്കിരയാക്കി അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ച് രാജ്യത്തിന് വേണ്ടി ഒരേ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വലിയ പിളർപ്പിൻ്റെ വക്കിലേക്ക് നീങ്ങുമായിരുന്നു. അങ്ങനെ ഈ കൽക്കട്ടയിൽ വെച്ച് 1906 കൽക്കട്ടയിൽ വെച്ച് കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുവാണ്. ആ സമ്മേളനത്തിൽ തീവ്രവാദികളും മിതവാദികളുമാണ്. നേരത്തെ പറഞ്ഞല്ലോ, തീവ്രവാദികൾ ബാലഗംഗാധര തിലകിനെ പോലുള്ളവർ ലീഡ് ചെയ്യുമ്പോൾ മിതവാദികൾ ലീഡ് ചെയ്യുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ളവരായിരുന്നു. അപ്പോൾ അന്ന് അവിടുത്തെ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. മിതവാദികൾക്ക് റാഷ് ബിഹാരി ബോസിനെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു. തീവ്രവാദികൾക്ക് ലാലാ ലജ്പത് റായിയെ സ്ഥാനാർത്ഥിയാക്കണമായിരുന്നു. രണ്ടുപേരും വളരെ എമിനൻ്റായ ലീഡേഴ്സാണ്. പക്ഷേ അവിടെ വച്ച് ബാലഗംഗാധര പ്രസംഗിക്കുന്നു, ഞങ്ങൾക്ക് ഈ സംഘടന രണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളോട് നമ്മൾ ശക്തമായി പ്രതികരിക്കണം. നിവേദനങ്ങൾ കൊടുത്തുകൊണ്ട് അത്ര കാര്യമില്ല. നമ്മൾ ശക്തമായി പ്രതികരിച്ച് മതിയാകൂ എന്ന് വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, മിതവാദികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നാൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് മുന്നോട്ട് വേണ്ടതായി പോകും. അത് നിങ്ങളെ ഒറ്റയ്ക്കാക്കണമെന്ന് വേണ്ടിയിട്ടല്ല, കാരണം ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുകൂടെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംസാരമൊക്കെ വരുമ്പോഴത്തേക്കും ആരോ ഒരാൾ ചെരുപ്പെടുത്ത് ബാലഗംഗാധര തിലകിനെ എറിയുന്നു. അങ്ങനെ അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ബാലഗംഗാധര തിലകിനെ അടിക്കാനായിട്ടൊക്കെ ആൾക്കാർ മുന്നോട്ട് വരുന്നു. പക്ഷേ ആ അടി വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് വരുന്നത്, മിതവാദികളുടെ ആളാണ് വരുന്നത്. അപ്പോൾ ഈ ലീഡേഴ്സൊക്കെ തമ്മിൽ അന്തർധാരയിൽ വളരെ സജീവമായ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അണികൾക്ക് ഈ ഐഡിയോളജി കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻ്റ് സോണിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി സംഘടന 2 രീതിയിൽ പിളർന്നു. ഒന്ന് മിതവാദികളുടെ കോൺഗ്രസ് സംഘടനയും, ഒന്ന് തീവ്രവാദികളുടെ കോൺഗ്രസ് സംഘടനയും, അല്ലെങ്കിൽ തീവ്രവാദികൾ ആ ഒരു ആംഗിൾ, അവരുടെ ഐഡിയോളജിയുടെ ഒരു സംഘടനയും. അങ്ങനെ ബംഗാൾ വിഭജനം കൊണ്ട് ബ്രിട്ടീഷുകാർ അൾട്ടിമേറ്റ്ലി ഹാപ്പിയായി. കാര്യം രാജ്യം ഒട്ടാകെ ഹിന്ദുക്കൾ മുസ്ലിമുകൾ എന്നൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തു. ഒന്നാമത് മുസ്ലിമുകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ നിൽക്കുമെന്നുള്ള ഒരു ഇംപ്ലിക്കേഷൻ അവർ അവിടെ ഇഷ്യൂ ചെയ്തു. അതൊന്നും അല്ലായിരുന്നു അവരുടെ ഉദ്ദേശം. കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, ഒരുമിച്ച് നിന്ന സംഘടനയിൽ വലിയ ഒരു ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. പക്ഷേ ആ ഡിവൈഡ് മാറും. അത് ഇനി വരുന്ന കഥകളിൽ
പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.